13ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു 0? നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു 0യുടെ സൊല്യൂഷനായിട്ട് വരുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് നമുക്ക് മനസ്സിലാക്കാം y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് വരണമെങ്കിൽ y ഡബിൾ ഡാഷും വൈ ഡാഷും ഈക്വൽ ആയിട്ട് വരണം. y ഡബിൾ ഡാഷും വൈ ഡാഷും ഈക്വൽ ആയിട്ട് വരുന്നത്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവും ഫസ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ ഓപ്ഷൻ y ഈസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് 1 മാത്രമേ അങ്ങനെ വരികയുള്ളൂ. ഇവിടെ നമ്മൾ y ഡാഷ് കാണുകയാണെങ്കിൽ, അതായത് dy ബൈ dx കാണുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് വരും. 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുകയാണെങ്കിലും ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ വരും. അതായത് y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ്, അതായത് 0 എന്ന് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. y ഈസ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് 1 ആണ്. രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx equal to square root of 9 minus y square divided by x. നമ്മൾ ഇവിടുന്ന് ഇതിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ x into dy equal to root of 9 minus y square into dx എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് ഈ ഡിവൈയുടെ കൂടെ കിടക്കുന്ന എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഡി എക്സിന്റെ കൂടെ വന്നിരിക്കുന്ന റൂട്ട് ഓഫ് 9 മൈനസ് വൈ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം അങ്ങനെ നമ്മൾ ഈ ടേമുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് dy ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് എന്നാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഡി എക്സിന്റെ കൂടെ എക്സിന്റെ ടേം മാത്രമേ ഉള്ളൂ, ഡിവൈയുടെ കൂടെ വൈയുടെ ടേമുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഒരു വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വശവും നേരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ ഓഫ് dy ബൈ റൂട്ട് ഓഫ് 9 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dx ബൈ എക്സ്. ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രൽ dy ബൈ റൂട്ട് ഓഫ് 9 മൈനസ് വൈ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുല ഇന്റഗ്രൽ dx ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഉപയോഗിക്കാവുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 3 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർമുലയാണെന്ന് നമുക്കറിയാം. അത് ലോഗ് മോഡ് എക്സ് ആണ്, പ്ലസ് സി കൂടി നമുക്ക് റൈറ്റ് സൈഡിൽ ചേർക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ.